ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള കുടംപുളി ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അത് നല്ലപോലെ വെന്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോഴത്തേക്കും ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. ഇച്ചിരി ഉലുവയിട്ട് ഒരു അര സ്പൂൺ കടുകും കൂടി ഇട്ട് രണ്ടും പൊട്ടി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി, സവാള, ഒരു ചെറിയ സവാള, 2-3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും വേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഒന്ന് മൊരിഞ്ഞോട്ടെ. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടില്ലേ, ഇത് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ അതവിടെ ഇരുന്ന്. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കണ്ടില്ലേ 2 ടേബിൾ സ്പൂൺ തന്നെ ഇടണേ. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ആ മസാലയുടെ പച്ചമണമൊക്കെ നല്ലപോലെ പോകണം കേട്ടോ. ഒന്ന് പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും ഞാൻ 2 തക്കാളി നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളറും ടേസ്റ്റും ഒക്കെ കിട്ടും. ആ തക്കാളിയുടെയും നല്ലപോലെ പച്ചമണമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും കുടംപുളിയില്ലേ, നല്ല വെന്ത കുടംപുളി ആ വെള്ളവും കൂടെ ഒഴിച്ച് അതും ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ. വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി വേപ്പിലയൊക്കെ ഇട്ടൊന്ന് അടച്ച് വെക്കാം. കണ്ടില്ലേ, നല്ലപോലെ ഗ്രേവിയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ച് ഏത് മീനും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന മീനൊന്നുമില്ല. ഇത് അയിലയാണ്, ഇച്ചിരി നെയ്യുള്ള അയില, അത് അങ്ങനെ ഇരിക്കുന്നത്. അത് വിട്ട് ആ ഗ്രേവിയിലോട്ട് നല്ലപോലെ മീനിനെ എല്ലാം ഒന്ന് മുക്കി കൊടുക്കണം. കണ്ടില്ലേ, തവി വെച്ച് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാം നല്ലപോലെ ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടന്നോട്ടെ. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവേ, എന്നെങ്കിൽ എല്ലാം ഒന്ന് വെന്ത് ഇതാവണ്ട. ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇനി തവി തൊടാനേ പാടില്ല. ഇനി ചുറ്റിച്ചേ കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി അടച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ കറിയുടെ കളറൊക്കെ കണ്ട നല്ല ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കറിയുടെ അതേ ടേസ്റ്റും കളറുമാണ് കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. ഇങ്ങനെ ഒന്ന് മീൻകറി എല്ലാവരും വെച്ച് നോക്കണേ. ഇനി അതവിടെ അടച്ചിരുന്ന് നല്ല വേവട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തവിയിട്ട മീനിൻ്റെ കഷ്ണം ഒന്ന് കാണിച്ചു തരുവാണ്. നല്ല സൂപ്പർ മീൻ കറിയാണ്. കണ്ടില്ലേ, ഇതിനി ഇങ്ങനെ അടച്ചു വെച്ച് ഉച്ചയാകുമ്പം ചോറിൻ്റെ കൂടോ കപ്പയുടെ കൂടോ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കാറായപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല, നെയ്യുള്ള അയിലയാണ്. അത്യാവശ്യം നല്ല എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഒഴിച്ച് അടച്ചവിടെ വെച്ച് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലൊന്ന് എല്ലാവരും മീൻകറി വെച്ച് നോക്കണേ. ഇതുപോലെ വെക്കുന്നവർ ഒത്തിരി പേര് കാണും. എൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തന്നെയാണ്. താങ്ക് യു.